അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പോൾ അവറുകളാണ്. രാജസ്ഥാനിൽ കുടുംബമായി പാർത്തുകൊണ്ട് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ദീർഘവർഷങ്ങളായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസൻ തന്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടിവി പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുന്നു. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുക മുഖാന്തരമായി തരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് വിശേഷം പ്രാർത്ഥിക്കുന്നു. തിങ്കളാഴ്ച തോറും രാത്രി 9 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പോൾ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു. കർത്താവിന് മഹത്വം. അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും, വിശേഷാൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവറുകൾ അരോമ ടിവിയുടെ പ്രവർത്തനങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന സാക്ഷ്യങ്ങൾ ലോകത്തെമ്പാടുമുള്ളതായിരിക്കുന്ന മലയാളികൾക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കുന്ന ഈ നല്ല പ്രവർത്തനത്തിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ലഭിച്ചതായിരിക്കുന്ന നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. പേര് പാസ്റ്റർ മാത്യു പോൾ. എൻ്റെ വൈഫിന്റെ പേര് സെലീനാമ മാത്യു. എനിക്ക് 2 ആൺമക്കളാണ് ഉള്ളത്. മൂത്ത മോൻ എബിസൺ മാത്യു, രണ്ടാമത്തെ മോൻ ആൻസൺ മാത്യു. മക്കൾ 2 പേരും ചെറിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ കർത്താവിന്റെ വേലയിലായിരിക്കും. രാജസ്ഥാനിൽ റാവത് ബാട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പെന്തക്കോസ് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്നതായിരിക്കുന്ന സഭയിൽ കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. അരോമ ടിവിയിൽ കടന്നു വരുവാനും എന്റെ സാക്ഷ്യം പറയുവാനുമായി കർത്താവ് ഒരു സാവകാശം നൽകിയല്ലോ. എന്റെ ബാല്യകാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, എന്റെ മാതാപിതാക്കൾക്ക് ഞങ്ങള് 10 മക്കളായിരുന്നു. 10ാമത്തെ ആളായിട്ടാണ് ഞാൻ ജനിച്ചത്. എന്റെ നന്നേ ചെറുപ്പത്തിൽ തന്നെ എന്റെ മാതാപിതാക്കൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. എനിക്ക് 2.5 വയസ്സുള്ളപ്പോൾ എന്റെ മാതാവ് ഈ ലോകത്തു നിന്ന് മാതാവ് മരിച്ചു. 4.5 വയസ്സുള്ളപ്പോൾ എന്റെ പിതാവും മരണപ്പെടുവാനിടയായി തീർന്നു. ഞാന് ഒരു നാമധേയ ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ച് വളർന്നത്. എൻ്റെ പിതാവ് ഒരു പുരോഹിതനായിരുന്നു. CMS സഭയിലെ ഒരു പുരോഹിതനായിരുന്നു എൻ്റെ പിതാവ്. ബാല്യകാലത്തിൽ തന്നെ എൻ്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതിന് ശേഷമായിട്ട് എൻ്റെ സഹോദരങ്ങളാണ് എന്നെ വളർത്തിയത്. അവരുടെ ശിക്ഷണത്തിലും പരിപാലനത്തിലും ഞാൻ വളർന്നു. ബാല്യത്തിൽ തന്നെ സഭയിൽ കടന്നു പോകുമെങ്കിലും, ആരാധനയെ സംബന്ധിക്കുമെങ്കിലും, സൺഡേ സ്കൂൾ കഴിഞ്ഞ ശേഷമായിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോരും. ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത് തന്നെയും ശരി, ദൈവവചന പ്രകാരമുള്ളതായിരിക്കുന്ന യഥാർത്ഥമായിരിക്കുന്ന ഒരു ദൈവ വിശ്വാസത്തെ കുറിച്ചോ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചോ ഒരു അറിവ് ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ട് വരുവാനുള്ളതായിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ രക്ഷിക്കപ്പെടുവാൻ, രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഉള്ള കാരണം എന്ന് പറഞ്ഞാല്, പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാല്, ഞങ്ങളുടെ 10 മക്കളിൽ സഹോദരിമാരിൽ 3ാമത്തെ ആള് ആദ്യമായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ നിന്നും ആദ്യമായിട്ട് ഈ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ സ്വദേശം തൊടുപുഴയാണ്. തൊടുപുഴയിൽ നിന്നും കോട്ടയം കുറവലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ 3ാമത്തെ സഹോദരിയെ വിവാഹം കഴിച്ച് അയച്ചത്. അപ്പോൾ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും കഴിഞ്ഞ്
ഞാന് വീട്ടിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുവാനായിട്ട് എന്നെ എൻ്റെ സഹോദരിയുടെ ആ ഭവനത്തിലേക്ക് എന്നെ ക്ഷണിക്കുകയുണ്ടായി. ഞാൻ അവിടെ കടന്നുപോയി. 1987, 88 കാലഘട്ടങ്ങളിൽ ഞാൻ അവരോട് കൂടെ ആയിരുന്നു. ആ 88 കാലഘട്ടങ്ങളിൽ അവർ കടന്നു പോകുന്നതായിരിക്കുന്ന IPC സഭയില്, കുറളിങ്ങാട് IPC സഭയില് ഞാനും ആരാധനയ്ക്കായി കടന്നുപോയി. എന്നാൽ രക്ഷയുടേതായിരിക്കുന്ന യാതൊരു അനുഭവവും എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഞാൻ അവരോട് കൂടെ ആരാധനയ്ക്കായി കടന്നുപോയിക്കൊണ്ടിരുന്നു. ഞാൻ സാക്ഷ്യങ്ങളൊന്നും പറയുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. കാരണം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ലായിരുന്നു. എന്നാൽ ഒരു ഞായറാഴ്ച ദിവസക്കാലം ഞാൻ അവരോടുകൂടെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ ആ സഭയിലെ ശുശ്രൂഷകനായിരുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ ഫിലിപ്പ് അവറുകൾ ഇപ്രകാരം സഭാപതി പറയുകയുണ്ടായി, ഇന്ന് ആരാധനയിൽ നമ്മോടുകൂടെ പ്രിയ ഗ്രേസിയുടെ സഹോദരനുമുണ്ട്, അദ്ദേഹത്തിന്റെ സാക്ഷ്യവും നമുക്ക് കേൾക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാന് പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ ഇപ്രകാരം ഒരു വാചകം പറഞ്ഞു, ഞാൻ ഇന്നു മുതൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിനായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത്രയും ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ദൈവസന്നിധാനത്തെങ്കിൽ ഇരിക്കുവാൻ ഇരുന്നു. അതിനു കഴിഞ്ഞ ശേഷം പിന്നീട് സഭകളിൽ കടന്നു പോവുകയും ആരാധനകളിൽ സംബന്ധിക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥമായിരിക്കുന്ന ഒരു രക്ഷയുടെ അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇല്ലായിരുന്നു. ഒരു ആത്മീയ സന്തോഷമോ ഒരു ആത്മീയ വളർച്ചയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ്, പുരോഹിതന്റെ മകനായിട്ടാണ് ജനിച്ച് വളർന്നതെങ്കിലും തന്നെയും അപ്രകാരമുള്ളതായിരിക്കുന്ന ഒരു ആത്മീയ ഒരു ഉണർവ്, ആത്മീയ സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് വയറുവേദന എന്ന രോഗം ഉണ്ടായി. പല ആശുപത്രികളിലും കടന്നുപോയി, പല ഡോക്ടർമാരാൽ ചികിത്സിക്കപ്പെട്ടു. പല രീതിയിലുള്ളതായിരിക്കുന്ന ചികിത്സകൾ എനിക്ക് നൽകിയെങ്കിലും എനിക്ക് എൻ്റെ അസുഖത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. വയറുവേദന ദിനം പ്രതിയായി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സ്വദേശമായിരിക്കുന്ന തൊടുപുഴയിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. 21 ദിവസം ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, തൊടുപുഴയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. അവിടെ ചികിത്സിച്ചു. എന്നാൽ അതുകൊണ്ടൊന്നും എൻ്റെ രോഗത്തിന് യാതൊരു സൗഖ്യവും എനിക്ക് ഉണ്ടായില്ല. അതിനുശേഷമായിട്ട് അവിടെ നിന്നും ദൂരം അല്പം അകലെയായിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കടന്നു ചെന്നു. അവിടുത്തെ ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വളരെ സീരിയസ് ആയിരിക്കുന്ന അസുഖമുണ്ട്, അൾസറാണ് നിങ്ങളുടെ വയറ്റിൽ, അതുകൊണ്ടാണ് ഇങ്ങനെ വേദന ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. പറഞ്ഞതിന് ശേഷമായിട്ട് എനിക്ക് അദ്ദേഹം മരുന്നുകളൊക്കെയും തന്നു. ആ മരുന്നുകളൊക്കെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഭവനത്തിനടുത്തുള്ളതായിരിക്കുന്ന ഒരു പെന്തക്കോസ് സഭയുണ്ട്, ഒരു സ്വതന്ത്ര കൂട്ടായ്മ ഉണ്ടായിരുന്നു. എൻ്റെ വേണ്ടപ്പെട്ടതായിരിക്കും എൻ്റെ കുടുംബങ്ങളായിരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടതായിരിക്കുന്ന പല സഹോദരങ്ങളും അവിടെ കടന്നുപോയി ദൈവത്തെ ആരാധിക്കുന്നുണ്ടായിരുന്നു. ഞാനും അവരുടെ കൂട്ടത്തില് ആ സഭയില് കടന്നു ചെന്നു. ആ സഭയിലെ ശുശ്രൂഷകനായിരുന്ന കർത്താവിന്റെ ദാസൻ എന്റേതായിരിക്കുന്ന രോഗവിവരങ്ങളൊക്കെയും അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ പൂർണ്ണമായി ദൈവസന്നിധാനത്തിൽ നിന്നെ തന്നെ സമർപ്പിക്കുന്നു എങ്കിൽ കർത്താവ് നിന്നെ സൗഖ്യമാക്കുവാൻ ശക്തനാണ്. നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് സൗഖ്യം ലഭിക്കും എന്ന് പറഞ്ഞു. അപ്രകാരം ഞാൻ മുൻപോട്ട് കടന്നു ചെന്നു. ആ ദൈവദാസന്റെ മുൻപാകെ ഞാൻ മുട്ടുകുത്തി. ആ ദൈവദാസൻ എനിക്ക് വേണ്ടി എൻ്റെ മേൽ കൈവച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന ആ സമയത്ത് തന്നെ എൻ്റെ ശരീരത്തിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു ചൂട് അനുഭവപ്പെടുവാനും അപ്രകാരം ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായി. ഞാൻ വീട്ടിലേക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ വീട്ടിലേക്ക് മടങ്ങി വന്നു. പിന്നെയും മരുന്നുകൾ കഴിച്ചുകൊണ്ട് പിന്നെയും ഞാൻ ഡോക്ടറെ
ആ പ്രൈവറ്റ് ഡോക്ടറുടെ അടുത്തേക്ക്, ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആ ഡോക്ടറുടെ അടുത്തേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ ഇപ്രകാരം പിന്നെയും എന്നോട് പറഞ്ഞു, മാത്യു, നിങ്ങൾക്ക് നല്ല അസുഖമുണ്ട്, സംശയമുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എൻഡോസ്കോപ്പി ടെസ്റ്റിന് വേണ്ടി ഞാൻ എഴുതി തരാം. ഈ ലെറ്ററുമായി ആ കടന്നു നിന്ന് ആ ഹോസ്പിറ്റലിൽ കാണിച്ചാൽ എൻഡോസ്കോപ്പി ടെസ്റ്റ് നടത്തി നിങ്ങളുടേതായിരിക്കുന്ന പരിപൂർണമായിരിക്കുന്ന ആ രോഗവിവരം കണ്ടെത്തുവാൻ കഴിയും എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന്റെ കത്തുമായി ഞാൻ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഭവനത്തിന്റെ അടുത്ത് അവിടെ നിന്നും കുറെ ദൂരമായിട്ട് ഉള്ളതായിരിക്കുന്ന ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ കടന്നു ചെന്നു. എന്നെ അവിടെ അഡ്മിറ്റ് ആക്കി. അതിനുശേഷമായിട്ട് 3-ാമത്തെ ദിവസം എന്നോട് ഡോക്ടർ പറഞ്ഞു, നാളെ മാത്യുവിന്റെ എൻഡോസ്കോപ്പി ടെസ്റ്റ് ആണ്, അതുകൊണ്ട് ആഹാരമൊന്നും കഴിക്കരുത്, രാവിലെ തന്നെ എന്റെ അടുക്കൽ വരണം എന്ന് പറഞ്ഞു. ഞാൻ അപ്രകാരം ചെന്നു. ആഹാരമൊന്നും കഴിക്കാതെ ഞാൻ ആ ഡോക്ടറുടെ അടുക്കൽ ചെന്നു. അദ്ദേഹം എൻഡോസ്കോപ്പി ടെസ്റ്റ് ചെയ്തു. എൻഡോസ്കോപ്പി ടെസ്റ്റ് ചെയ്തതായിരിക്കുന്ന ചെയ്തതിനു ശേഷമായിട്ട് എന്നോട് പറഞ്ഞു, അല്പസമയം കഴിയുമ്പോൾ എന്റെ റൂമിലേക്ക് വരണം എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു. ഞാന് വിചാരിച്ചു, എനിക്ക് നല്ല രോഗം ഉണ്ടായിരിക്കും, എന്റെ രോഗം വളരെ വലുതായിരിക്കും, ഇനിയും കൂടുതലായിട്ട് ചികിത്സകളൊക്കെയും ചെയ്യേണ്ടതായിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും എന്ന് ഞാൻ കരുതി. ഞാൻ ഡോക്ടറെ അടുക്കിലേക്ക് പറഞ്ഞ സമയത്ത് ഞാൻ കടന്നു ചെന്നു. അപ്പോൾ ആ ഡോക്ടർ വളരെ ചിരിച്ചുകൊണ്ട് വളരെ ലാഘവത്തോടു കൂടി എന്നോട് പറയുകയാണ്, എന്നോട് ചോദിച്ചു, മാത്യു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് എന്ന് എന്നോട് ചോദിച്ചു. നിങ്ങൾക്ക് യാതൊരു അസുഖവുമില്ല, നിങ്ങൾ പരിപൂർണ സൗഖ്യമുള്ളവരാണ്, നിങ്ങളുടെ വയറ്റിൽ യാതൊരു വിധമായിരിക്കുന്ന പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്ന് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ അന്ന് ആ ആരാധനയിൽ, ആ ഞായറാഴ്ച ദിവസം ആരാധനയില് കർത്താവിന്റെ ദാസൻ പറഞ്ഞതനുസരിച്ച് ഞാന് മുൻപോട്ട് കടന്നു എന്ന് എന്നെ തന്നെ സമർപ്പിച്ചു. വിശ്വാസത്തോടു കൂടി മുഴങ്കാലുകളെ മടക്കി ആ ദൈവദാസൻ എന്റെ മേൽ കരം വെച്ച് പ്രാർത്ഥിച്ചതായിരിക്കുന്ന ആ സമയത്ത് തന്നെ കർത്താവ് എനിക്ക് പരിപൂർണമായിരിക്കുന്ന വിടുതൽ നൽകിയിരിക്കുന്നു എന്ന് എനിക്ക് പരിപൂർണമായി വിശ്വസിക്കുവാൻ ഇടയായി തീർന്നു. അതിനുശേഷമായിട്ട് ഞാന് മരുന്നുകൾ ഉപേക്ഷിച്ചു. പിന്നീട് എനിക്ക് രോഗം വന്നു കഴിഞ്ഞാല് ഒന്നും ഞാൻ മരുന്ന് കഴിക്കുകയോ മറ്റൊന്നും ഞാൻ ചെയ്യുകയില്ലായിരുന്നു. അതിനുശേഷമായിട്ട് ഞാൻ 1990-ലാണ് ഞാൻ ഈ പ്രകാരം ഒരു പ്രാർത്ഥനയിൽ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനെ രോഗസൗഖ്യം ലഭിക്കുവാൻ കാരണമായി തീർന്നത്. അതിനുശേഷമായിട്ട് ഞാൻ 1990 മുതൽ ആ സഭയില് വളരെ ഒരു ആക്റ്റീവ് മെമ്പറായി ഞാൻ സഭയില് പ്രാർത്ഥനാ കൂട്ടായ്മയിൽ കടന്നു പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ എന്നെ ആ സഭയില് ഒരു സെക്രട്ടറി ആയിട്ട് നിയമിച്ചു. അതോടുകൂടി എന്റെ ഉത്തരവാദിത്തങ്ങൾ കൂടി വന്നു. ഞാൻ വളരെ ആത്മാർത്ഥമായി എല്ലാവരും സഭയിൽ കടന്നു ചെല്ലുന്നതിന് മുൻപായിട്ട് ഞാൻ ആ സഭയിൽ കടന്നു ചെല്ലുകയും ആ സഭയുടേതായിരിക്കുന്ന ആ പരിസരങ്ങളും ആ റൂം എല്ലാം വൃത്തിയാക്കി പായെല്ലാം വിരിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ 1990 മുതൽ വളരെ എന്റെ വിശ്വാസ ജീവിതത്തിലായിരിക്കുന്ന പ്രാരംഭം എന്ന് പറയുന്നത് 1990 എനിക്ക് രോഗസൗഖ്യം ലഭിച്ചതിന് ശേഷമായിട്ട് ഞാൻ കർത്താവിന് പരിപൂർണമായി എന്നെ തന്നെ സമർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി 1990 എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും അധികമായിട്ട് ഞാൻ സന്തോഷിച്ചതും വളർന്നതും ബലപ്പെട്ടതുമായ ഒരു വർഷമാണ്. അത് എനിക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. ഒരു സ്വതന്ത്ര കൂട്ടായ്മയായിരുന്നു എങ്കിൽ തന്നെയും ഒരു അപ്പോസ്തോലിക പ്രവർത്തനമായിരുന്നു, ഒരു കൂട്ടായ്മയായിരുന്നു, ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയായിരുന്നു എനിക്ക് ആ സമയങ്ങളിൽ എനിക്ക് ലഭിച്ചത്. വളരെ ആത്മാർത്ഥമായി വളരെ ധൈര്യത്തോടു കൂടി പലയിടങ്ങളിലും കർത്താവിനെ സാക്ഷിക്കുവാൻ പരസ്യയോഗങ്ങളിലും വീട്ടുപ്രാർത്ഥനകളിലും സഭകളിലും എല്ലാം വളരെ പരസ്യമായി വളരെ ശക്തമായി കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിന്റെ ഒരു സാക്ഷിയായി തീരുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. അതിനുശേഷമായിട്ട് ആ പലയിടങ്ങളിലും പല മീറ്റിങ്ങുകളിലൊക്കെയും ദൈവദാസന്മാരെ എനിക്ക് സമയം തരുമായിരുന്നു. ആത്മീയമായി എന്നെ വളർത്തിയതും ആത്മീയമായി എന്നെ പ്രോത്സാഹിപ്പിച്ചതും
ആ ദൈവദാസന്മാരായിരുന്നു. അവരുടേതായിരിക്കുന്ന പ്രോത്സാഹനം എന്റെ ജീവിതത്തിൽ എനിക്ക് വളരെ ആത്മീയമായി ഉണരുവാൻ ഒരു കാരണമായി തീർന്നു. എന്നാൽ 1991 മെയ് മാസത്തില് എനിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു, ഒരു ചിന്തയുമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എന്റെ മനസ്സിൽ ഞാൻ എടുക്കുവാനിടയായി എടുത്തു. 1991 മധ്യപ്രദേശിൽ ഇറ്റാർസിയില് സെൻട്രൽ ഇന്ത്യ ബൈബിൾ കോളേജിലേക്ക് ഞാൻ ദൈവവചന പഠനത്തിനായിട്ട് കടന്നുപോയി. അവിടെ കടന്നു ചെല്ലുന്നതായിരിക്കുന്ന സമയത്ത് എനിക്ക് ഭാഷകളൊന്നും അറിയത്തില്ല. എനിക്ക് മലയാളം മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ച ആളാണെങ്കിലും പ്രീ ഡിഗ്രി പാസ്സായില്ല. അതുകൊണ്ട് തന്നെ കാരണം എനിക്ക് ഭാഷയൊന്നും അറിയില്ല, ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണം, ദൈവവചനം പഠിക്കണം എന്നുള്ളതായിരിക്കുന്ന ആഗ്രഹത്തോടു കൂടി ഇറ്റാർസി സെൻട്രൽ ഇന്ത്യ ബൈബിൾ കോളേജിലേക്ക് ഞാൻ കടന്നു ചെന്നു. അവിടെ കടന്നു ചെന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഉദ്ഘാടനം കഴിഞ്ഞു. ഉദ്ഘാടന ശേഷമായിട്ട് ആ സഭയുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരിക്കുന്ന പരേതനായ ഡോക്ടർ കുര്യൻ തോമസ് ഇപ്രകാരം എല്ലാവരോടുമായി പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങൾ ആരും നിങ്ങളുടേതായിരിക്കുന്ന ഭാഷയിൽ സംസാരിക്കുവാൻ പാടില്ല, ഒന്നുകിൽ ഹിന്ദിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ. എനിക്ക് ഇത് രണ്ടും അറിയില്ല. ഞാൻ വളരെ ദുഃഖിതനായിട്ട് ആ ഹോസ്റ്റലിലേക്ക് ഞാൻ മടങ്ങി വന്നു. വളരെ നിരാശനായി തീർന്നു. പല പ്രാവശ്യവും ഞാൻ നാട്ടിലേക്ക് മടങ്ങിപ്പോരുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. എനിക്ക് പഠിക്കണ്ട, എനിക്ക് ലഭിച്ചതായിരിക്കുന്ന എനിക്ക് ഉണ്ടായിരുന്ന ആത്മീയ സന്തോഷം പോലും ഞാൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതൊരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിൻസിപ്പാളിനോടും വാർഡനോടും ഞാൻ പറഞ്ഞു, ഞാൻ നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്, എനിക്ക് ഇവിടെ പഠിക്കണ്ട എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ അധ്യാപകരിൽ ഒരാളായിരുന്ന കർത്താവിന്റെ ദാസൻ അധ്യാപകരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, അദ്ദേഹം എന്റെ ജ്യേഷ്ഠന്റെ ഒരു സ്നേഹിതനായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, മാത്യു, നിങ്ങൾ മടങ്ങിപ്പോകരുത്, നിങ്ങൾ മടങ്ങിപ്പോകുന്നത് ശരിയല്ല, നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്കായിട്ടാണ് ഇവിടെ കടന്നു വന്നത്. അതുകൊണ്ട് നിങ്ങളെ വിളിച്ച ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളെ ശക്തീകരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങൾ തിരിച്ചു പോകരുത് എന്ന് എന്നോട് പറഞ്ഞു. ആ പറഞ്ഞതനുസരിച്ച് ഞാൻ ഒരു തീരുമാനമെടുത്തു. ഞാൻ വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രാർത്ഥന വളരെ വിശ്വാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തും ദൈവം നൽകി തരുമെന്നുള്ളതായിരിക്കുന്ന ഒരു പരിപൂർണ വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ദൈവസന്നിധാനത്തെങ്കിൽ വളരെ കരഞ്ഞ് കണ്ണുനീരോടുകൂടി ഞാൻ ആ ബൈബിൾ കോളേജിൽ പഠിക്കുന്നതായിരിക്കുന്ന സമയത്ത് 3 ദിവസം രാവും പകലും ഒരുപോലെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, എനിക്ക് ബുദ്ധിയും ജ്ഞാനവും തരയണം, ഈ ഭാഷ പഠിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കണ്ണുനീരൊഴുക്കി രാവും പകലും ദൈവസന്നിധാനത്തെങ്കിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. മറ്റുള്ളതായിരിക്കുന്ന സഹപാഠികൾ, എന്റെ സുഹൃത്തുക്കൾ കിടന്നുറങ്ങുന്നതായിരിക്കുന്ന ആ സമയത്ത് ഞാൻ രാത്രി 2 മണി വരെ, വെളുപ്പിന് 2 മണി വരെയൊക്കെയും ഞാൻ പുസ്തകങ്ങൾ വായിക്കുകയും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷമായിട്ട് എന്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന മധ്യപ്രദേശുകാരനായ ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ബി എ പാസ്സായി വന്ന ഒരു സഹോദരനായിരുന്നു. അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് കാർഡ് കോളേജിൽ വന്നു, ഒരു ലെറ്റർ വന്നു, പോസ്റ്റ് കാർഡിൽ ഒരു ലെറ്റർ വന്നു. ആ ലെറ്റർ ഹിന്ദിയിലാണ് എഴുതിയിരുന്നത്. ആ ഹിന്ദിയിൽ എഴുതിയിരുന്ന ആ ലെറ്റർ ഞാൻ ഇംഗ്ലീഷിലേക്ക് വായിച്ച് ഞാൻ പരിഭാഷപ്പെടുത്തി അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് ഞാൻ ചോദിച്ചു. ആ സഹോദരന് വളരെ അത്ഭുതമായി. ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയത്തില്ലാത്തതായിരിക്കുന്ന ഈ സഹോദരൻ ഇതാ നല്ലവണ്ണം ആ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം ആ സഹോദരൻ എന്നോട് ചോദിച്ചു, മാത്യു, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന സകല ബുദ്ധിയുടെയും ജ്ഞാനത്തിന്റെയും ഉറവിടമായ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. അന്ന് മുതൽ ഞാൻ വളരെ ഉത്സാഹത്തോടു കൂടി ഞാൻ ഒരു തീരുമാനമെടുത്തു. ഇനി ഒരിക്കലും ഞാൻ ഈ കോളേജിൽ പഠിക്കുന്നതായിരിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ പോലും ഞാൻ
മലയാളത്തിൽ ഞാൻ സംസാരിക്കുകയില്ല. അപ്രകാരം എന്റെ തീരുമാനം അനുസരിച്ച് ഞാൻ ഇംഗ്ലീഷിലും അല്ലെങ്കിൽ ഹിന്ദിയിലും മാത്രം സംസാരിച്ചു കൊണ്ടേയിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ഞാന് ഒരു വർഷത്തിനിടയില് ഒരു വാക്ക് മാത്രമാണ് ഞാന് ഒരിക്കല് മലയാളത്തിൽ സംസാരിച്ചത്. അന്ന് എന്റെ സഹപാഠികളായിരുന്ന എന്റെ സ്നേഹിതര് വളരെ ഉച്ചത്തിൽ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ മാത്യു മലയാളം പറഞ്ഞു എന്ന് പറഞ്ഞു. കാരണം എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഞാൻ വളരെ നിരാശനായിരുന്നു. മറ്റുള്ളവരുടെ മുമ്പാകെ ഞാൻ നിരാശനായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് പറയുമ്പോൾ മറ്റുള്ളവരെ എന്റെ സഹപാഠികൾ എന്നെ പരിഹസിച്ചിരുന്നു. എന്നാൽ അപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ എനിക്കൊരു വിടുതൽ വേണം. എനിക്ക് ഭാഷ പഠിക്കണം, കർത്താവിന്റെ വചനം പഠിക്കണം, കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ളതായ ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഉറച്ച തീരുമാനം ഞാൻ എടുത്ത് ഞാൻ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ചത് അനുസരിച്ച് കർത്താവ് എനിക്ക് നല്ല ബുദ്ധിയും ജ്ഞാനവും തന്നു. വളരെ അനുഗ്രഹമായി 3 വർഷക്കാലം സെൻട്രൽ ഇന്ത്യ ബൈബിൾ കോളേജിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ BTech കോഴ്സ് പാസ്സാകുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. അതിനുശേഷമായിട്ട് ഞാൻ എന്റെ ശുശ്രൂഷയുടേതായിരിക്കുന്ന പ്രാരംഭ കാലഘട്ടം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലായിരുന്നു. 1994 എന്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷമായിട്ട് ഞാൻ 94 ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് കടന്നുപോയി. അവിടെ 3-4 വർഷം പ്രവർത്തിച്ചു. 95 എന്റെ വിവാഹം നടന്നു. 95 വിവാഹത്തിന് ശേഷമായിട്ട് ഞങ്ങൾ പിന്നെയും ഞാനും എന്റെ ഭാര്യയും ജമ്മു ആൻഡ് കാശ്മീരിൽ കടന്നുപോയി. അവിടെ ഞങ്ങൾ ആയിരിക്കുന്ന സമയത്ത് തന്നെ എന്റെ സഹോദരന്മാരിൽ ഒരാൾക്ക് അസുഖമായി നാട്ടിലേക്ക് ഞങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഞാൻ വളരെ ഒരല്പം വിശദമായിട്ട് പറയട്ടെ. ഞങ്ങളുടെ ഭവനത്തില് ഞാൻ പറഞ്ഞുവല്ലോ, ഞങ്ങൾ 10 മക്കളാണ്. 10ാമത്തെ ആളാണ് ഞാന്. ഞങ്ങളുടെ മാതാപിതാക്കൾ തന്നെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അതിനുശേഷമായിട്ട് ഞങ്ങൾ വളരെ സന്തോഷമായി, ഞങ്ങൾ 10 മക്കളും വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. ഞങ്ങള് 4 ആണുങ്ങൾ സഹോദരങ്ങളും സഹോദരന്മാരും 6 സഹോദരിമാരുമാണ് ഉള്ളത്. എന്നാൽ ഞങ്ങളുടെ 2ാമത്തെ സഹോദരൻ ഡൽഹിയില് കർത്താവിന്റെ വേലയില് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ഇറ്റാർസിയിലേക്ക് ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുവാനായിട്ട് കടന്നു ചെന്നത്. ആ ബൈബിൾ കോളേജ് പഠിച്ച് 2ാമത്തെ വർഷം എന്റെ കോഴ്സ് തീർന്നായിരിക്കുന്ന സമയത്ത് എനിക്ക് ഡൽഹിയിൽ നിന്നും ഒരു ടെലഗ്രാം വന്നു. ആ ടെലഗ്രാമിൽ ഇപ്രകാരമാണ് എഴുതിയിരുന്നത്: സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി, യുവർ ബ്രദർ ഈസ് സീരിയസ്ലി അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. അങ്ങനെ പറഞ്ഞ് എനിക്ക് ടെലഗ്രാം ലഭിച്ചതനുസരിച്ച് ഞാൻ അന്ന് രാത്രി തന്നെ ഡൽഹിയിലേക്ക് കടന്നു ചെന്നു. ഞാൻ ഡൽഹിയിലേക്ക് കടന്നു ചെന്ന് ഡൽഹിയിലെ LNJP ഹോസ്പിറ്റലിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ എന്റെ സഹോദരൻ, കർത്തൃവേലയിലായിരുന്ന എന്റെ സഹോദരൻ വളരെ ദുഃഖിതനായി, ഞാൻ ആ റൂമിലേക്ക്, ഹോസ്പിറ്റൽ മുറിയിലേക്ക് കടന്നു ചെന്നപ്പോൾ വളരെ ദുഃഖിതനായി എന്നെ കണ്ട മാത്രയിൽ കണ്ണു നിറഞ്ഞ് കണ്ണുനീർ ഒഴുക്കി കരയുവാനിടയായി ഒഴുക്കി കരഞ്ഞു. എനിക്ക് വളരെ പ്രത്യാശയുണ്ടായിരുന്നു, വളരെ വിശ്വാസമുണ്ടായിരുന്നു. എന്റെ ജ്യേഷ്ഠ സഹോദരൻ കരയുന്നത് കണ്ടപ്പോൾ ഞാൻ അടുക്കൽ ചെന്നിട്ട് വളരെ ലാഘവത്തോട്, വളരെ ചിരിച്ചുകൊണ്ട്, വളരെ പ്രത്യാശയോടുകൂടി ഞാൻ പറഞ്ഞു, ഒന്നും സംഭവിക്കുകയില്ല, ദൈവം പരിപൂർണമായിരിക്കുന്ന വിടുതൽ നൽകും. ജ്യേഷ്ഠൻ ഹോസ്പിറ്റലായി അഡ്മിറ്റായി തീരേണ്ടതായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത്, എന്റെ ജ്യേഷ്ഠൻ പൂർവ്വകാല ഗ്രേസ് ബൈബിൾ കോളേജിലെ ഒരു ഗ്രാജുവേറ്റ് ആയിരുന്നു. അദ്ദേഹം അവിടെ പഠിച്ച് അവിടെ സ്റ്റുഡൻസിന്റെ ഒരു ലീഡറായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന സമയത്തായിരുന്നു ഗ്രേസ് ബൈബിൾ കോളേജിന്റെ അടുത്തുള്ളതായിരിക്കുന്ന ചന്ദുഗാവ് എന്ന ഗ്രാമം എന്ന് പറയുന്നതായിരിക്കുന്ന ആ ഗ്രാമത്തില്, അടുത്ത സമീപപ്രദേശമുള്ളതായിരിക്കുന്ന ഗ്രാമത്തില് കുട്ടികൾ കടന്നു വന്ന് ആ കോമ്പൗണ്ടിൽ ഇവർ ഇട്ടിരുന്നായിരുന്ന കോളേജിൽ ഉണ്ടായിരുന്ന സ്റ്റുഡൻസുകള് അവർ അലക്കിയിട്ടിരുന്ന തുണികൾ എല്ലാം അവരെടുത്തോണ്ട് പോയി. അപ്പോൾ ആ തുണിയെല്ലാം അവരോട് തിരിച്ചു മേടിക്കുന്നതിനായിട്ട് കോളേജിൽ നിന്നും ഒരു പറ്റം വിദ്യാർത്ഥികൾ, എന്റെ ജ്യേഷ്ഠനടക്കം ഒരു പറ്റം വിദ്യാർത്ഥികള് അവരെ പിന്തുടർന്നു. പിന്തുടർന്ന് അവരെ ഗ്രാമത്തിനുള്ളിൽ അകപ്പെട്ടു പോയി. ആ ഗ്രാമത്തിനുള്ളിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ഗ്രാമക്കാരെല്ലാവരും ഇളകി വന്ന് അവരെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയതായിരിക്കുന്ന സമയത്ത് എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്റെ ജ്യേഷ്ഠൻ മാത്രം അവരുടെ ഇടയിൽ പെട്ടുപോയി. വളരെയധികം ഉപദ്രവിച്ചു, അടിക്കുകയും ഇടിക്കുകയും സിഗരറ്റ് ലാമ്പ് കൊണ്ട്
ഇവിടെ ഇവിടെ അടിക്കുകയൊക്കെ ചെയ്തു, കുത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ വളരെ സീരിയസ് ആയിരിക്കുന്ന ഒരു അവസരങ്ങൾ കടന്നുപോയി. അന്ന് ആ ഉപദ്രവത്തിൽ സിഗരറ്റ് ലാമ്പിലുള്ളതായിരിക്കുന്ന ഇടി തലക്കേറ്റത് കൊണ്ട് ആ ഉള്ളിൽ ഒരു ചെറിയൊരു മുറിവ് ഉണ്ടായിരുന്നു. ആ മുറിവ് ആ ഉള്ളിൽ കിടന്നത് അറിഞ്ഞില്ല. പുറമേ ഉള്ളതായിരിക്കുന്ന മുറിവ് ഉണങ്ങി, എന്നാൽ അകത്തുള്ളതായിരിക്കുന്ന മുറിവ് ഉണങ്ങാതെ കിടന്ന് അത് മൂർച്ഛിച്ച് അത് ബ്രെയിൻ ട്യൂമർ ആയിട്ട് മാറുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ ബ്രെയിൻ ട്യൂമർ ആയിട്ട് എന്റെ ജ്യേഷ്ഠ സഹോദരൻ ആ LNJP ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമ്പോഴാണ് ഞാൻ കടന്നു ചെല്ലുന്നത്. എല്ലാവരും ആ ഹോസ്പിറ്റലിൽ കടന്നു വന്ന് ഞാൻ അവിടെ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിരുന്ന ദൈവദാസന്മാര് മറ്റു പലരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കടന്നു വരുമ്പോൾ അവരെല്ലാവരും ആ ഡോറിൽ അവിടെ നിന്നുകൊണ്ട് ഗുഡ് ബൈ പറഞ്ഞ് പോകുന്നതായിട്ട് ഞാൻ കണ്ടു. എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു ഇനി പാസ്റ്റർ ജോണി ജീവിക്കുകയില്ല, അദ്ദേഹത്തിന്റെ അവസാന നാളുകളാണ്, ഈ ഹോസ്പിറ്റലായിരിക്കും അദ്ദേഹത്തിന്റെ അവസാനം എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം 10-15 വർഷം പഴക്കമുള്ളതായിരിക്കുന്ന ആ ബ്രെയിൻ ട്യൂമർ ഒരിക്കലും രക്ഷപ്പെടുവാൻ പറ്റാത്തതായിരിക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന ഒരു അസുഖമായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരുന്നു ഇനി പാസ്റ്റർ ജോണി ജീവിക്കുകയില്ല, അദ്ദേഹത്തിന്റെ അവസാന നാളുകളാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എല്ലാവരും വന്ന് കണ്ട് അദ്ദേഹത്തോട് ഗുഡ് ബൈ പറഞ്ഞ് പോകുന്നു. അത് കണ്ടപ്പോൾ ഞാൻ എന്റെ സഹോദരൻ പറഞ്ഞു, ഒരിക്കലും ഇത് സംഭവിക്കുകയില്ല, വളരെ പ്രത്യാശയോട് കൂടിയിരിക്കുക, വിശ്വാസത്തോട് കൂടിയിരിക്കുക. കർത്താവ് വലിയവരാണ്, അവൻ പരിപൂർണമായി വിടുവിക്കുന്ന ദൈവമാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവമാണ്, ദൈവം പരിപൂർണമായിരിക്കുന്ന വിടുതൽ നൽകും എന്ന് പറഞ്ഞു. അതിനുശേഷമായിട്ട് ആ LNJP ഹോസ്പിറ്റലിൽ നിന്നും GB പന്ത് ഹോസ്പിറ്റലിലേക്ക് ഓപ്പറേഷനായിട്ട് അങ്ങോട്ട് മാറ്റി. ആ ഹോസ്പിറ്റലില് വളരെ അത്ഭുതകരമായിട്ട് അവിടെ അഡ്മിഷൻ ലഭിക്കാനും ബെഡ് ലഭിക്കുവാനും കാരണമായി തീർന്നു. ഒരു ദിവസം രാവിലെ 11:15 കൂടി ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് ജ്യേഷ്ഠനെ കയറ്റിക്കൊണ്ടുപോയി. രാവിലെ 11:15 മുതൽ ഞങ്ങൾ എല്ലാവരും ഓപ്പറേഷൻ തിയേറ്ററിന് വെളിയിൽ ഉണ്ടായിരുന്നു. ഏകദേശം വളരെ ദീർഘ മണിക്കൂറുകൾ എടുത്തു ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ജ്യേഷ്ഠനെ പുറത്തു കൊണ്ടുവരുവാനായിട്ട്. രാവിലെ 11:15 കൂടി ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് കയറ്റിക്കൊണ്ടുപോയ ജ്യേഷ്ഠ സഹോദരനെ രാത്രി 1 മണിക്ക് ശേഷമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്ത് ഇറക്കി ICUവിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോയതിനു ശേഷമായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി 78 മണിക്കൂറുകൾ കഴിയാതെ കൊണ്ട് ഒന്നും പറയുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും വളരെ ദുഃഖത്തോടു കൂടി ആ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ ഇരുന്നു. ഞാൻ കണ്ണുനീരോടുകൂടി ഞാൻ ദൈവസന്നിധാനത്തെങ്കിൽ ഹോസ്പിറ്റലിലായിരിക്കുന്ന വരാന്തയിൽ ഞാൻ മുട്ടുകുത്തി ജ്യേഷ്ഠ സഹോദരന് വേണ്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. വളരെ വിശ്വാസത്തോടു കൂടി പ്രത്യാശയോടു കൂടി ദൈവസന്നിധാനത്തെങ്കിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് 48 മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ ജ്യേഷ്ഠ സഹോദരൻ കണ്ണുകൾ തുറന്നു. കണ്ണു തുറന്ന് ആദ്യമായിട്ട് എന്നെയാണ് ചോദിച്ചത്. ഞാന് ഏറ്റവും ഇളയ സഹോദരനാണ്. എന്നെ വളരെ സ്നേഹമായിരുന്നു ജ്യേഷ്ഠ സഹോദരൻ. അതുകൊണ്ട് എന്നെ വിളിച്ചു. ഞാൻ അകത്ത് കടന്നു ചെന്നു, വെള്ളം കുടിക്കുവാനായിട്ട് കൊടുത്തു. അങ്ങനെ വളരെ അത്ഭുതകരമായിട്ട് ജ്യേഷ്ഠ സഹോദരന് വലിയൊരു വിടുതല് ലഭിക്കുവാനായിട്ട് കാരണമായി തീർന്നു. അതും എന്റെ വിശ്വാസ ജീവിതത്തില് എന്നെ വളരെയധികം ഉറപ്പിക്കുന്നതായിരിക്കുന്ന ഒരു ദൈവിക പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു എന്റെ ജ്യേഷ്ഠ സഹോദരന്റെ രോഗ സൗഖ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പിന്നീട് അതിനുശേഷമായിട്ട് ഞാൻ ഇറ്റാസി സെന്ററിന്റെ ബൈബിൾ സ്കൂളിൽ കടന്നു വന്ന് ഞാൻ പറഞ്ഞുവല്ലോ 3 വർഷം ഞാൻ എന്റെ 3ാമത്തെ വർഷവും ഞാൻ പൂർത്തിയാക്കി ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് കടന്നുപോയി. അവിടെ പലയിടങ്ങളിലും കർത്താവിന്റെ വചനം അറിയിച്ചു. പിന്നീട് ഞങ്ങള് നാട്ടിലേക്ക് കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ എന്റെ ജ്യേഷ്ഠ സഹോദരൻ തന്നെ 1996 ഞങ്ങളുടെ വിവാഹം 95 നടന്നു. 96 ജ്യേഷ്ഠ സഹോദരൻ പെട്ടെന്ന് തന്നെ സീരിയസ് ആയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അവിടെ 3-4 ദിവസങ്ങൾ അഡ്മിറ്റായി കിടന്നതിന് ശേഷമായിട്ട് താൻ പ്രിയമിച്ചതായിരിക്കുന്ന കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പിന്നീട് ഞാനും എന്റെ വൈഫും ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് കടന്നുപോയി. അവിടെ ഞങ്ങൾക്ക് മൂത്ത മോനുണ്ടായി. കർത്താവിന് സ്തോത്രം.
1998 വരെ ഞങ്ങള് ജമ്മു ആൻഡ് കാശ്മീരിൽ പ്രവർത്തിച്ചു. പിന്നീട് ഞങ്ങള് അലഹബാദിലേക്ക്, ഞങ്ങൾ UP-യിലേക്ക് കടന്നു വന്നു. അവിടെ ഞങ്ങൾ ഒരു 6 വർഷം കർത്താവിന്റെ വേല ചെയ്തു. ഞങ്ങൾക്ക് രണ്ടാമത്തെ മോനുണ്ടായി. ഞങ്ങള് അലഹബാദിൽ ആയിരുന്ന സമയം എന്ന് പറയുന്നത് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾ ഏറ്റവും പരീക്ഷിക്കപ്പെടല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും വെല്ലുവിളി നേരിട്ടതായിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 6 വർഷക്കാലം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തില് കർത്താവിൻ്റെതായിരിക്കുന്ന ആ വലിയ കരുതലുകൾ ഞങ്ങൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുന്ന സമയമായിരുന്നു. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങളുടെ ശുശ്രൂഷ വേളയില് ഞാൻ പറഞ്ഞ പോലെ ഞാൻ 1991 ഈ നോർത്ത് ഇന്ത്യയിലേക്ക് കർത്താവിന്റെ വേലയ്ക്കായിട്ട് കടന്നു വന്നതാണ്. ഏകദേശം 30 വർഷങ്ങൾ പിന്നിടുന്നു. ഇപ്പോൾ 30 വർഷത്തിലധികമായി ഞങ്ങൾ കർത്താവിന്റെ വേലയോടായിരിക്കുന്ന ബന്ധത്തിൽ ഈ നോർത്ത് ഇന്ത്യയിലായിട്ട്. ഞങ്ങള് അലഹബാദിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരുന്നു. അവരെ സ്കൂളിൽ അയക്കണം, സ്കൂളിൽ അഡ്മിഷൻ വേണം. ഇതിനൊക്കെ ഞങ്ങൾക്ക് വളരെ സാമ്പത്തികമായിരിക്കുന്ന വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. വളരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് വെല്ലുവിളിയായി നിന്നത് സാമ്പത്തികമായിരുന്നു. എന്നാൽ അതിനെയൊക്കെയും അതിജീവിക്കുവാൻ കർത്താവ് കൃപ നൽകി. കാരണം നമ്മളതായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും നൽകി തരുന്നവനായ വലിയ കർത്താവ് ഞങ്ങളുടേതായിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും നൽകി തന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരെയധികം പ്രയാസത്തിലൂടെ ഞങ്ങൾ കുടുംബമായി ഞങ്ങൾ വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോയതായിരിക്കുന്ന വർഷങ്ങളായിരുന്നു. 5-6 വർഷങ്ങൾ ഞങ്ങൾ അലഹബാദില് UP-യുടെ പ്രദേശത്ത് പ്രവർത്തിച്ചായിരിക്കുന്ന ആ സമയങ്ങളിൽ കുഞ്ഞുങ്ങളെ സ്കൂൾ ബസ്സിൽ വിടുവാനായിട്ട് ഞങ്ങൾക്ക് സാമ്പത്തികമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഓട്ടോയിലാണ് ഞാൻ 2 മക്കളെയും, ഒരാളെ ഓട്ടോയുടെ സൈഡിൽ നിർത്തി, ഒരാളെ എന്റെ മടിയിൽ ഇരുത്തി. എനിക്ക് മാത്രം ഓട്ടോ കൂലി കൊടുത്താൽ മതി. അങ്ങനെ ഞാന് കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ അവിടെ ബസ് സ്റ്റോപ്പിൽ ഇറക്കും. അവിടുന്ന് ശേഷമായിട്ട് പിന്നെ 1-1.5 കിലോമീറ്റർ നടന്ന് ഞങ്ങളെ സ്കൂളിലേക്ക് കൊണ്ടയാക്കും. പിന്നീട് തിരിച്ച് അതുപോലെ തന്നെ ഞാൻ അവരുടെ അവധിയാകുമ്പോൾ സ്കൂൾ വിടുമ്പോൾ ഞാൻ അവരെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ വളരെ വലുതായിരിക്കുന്ന ഒരു പ്രതിസന്ധി ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊക്കെയും അതിജീവിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി. വലിയവനായ ദൈവത്തിന് ഇന്ന് പകൽക്കാലം നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാം തക്ക സമയത്ത് അനുഗ്രഹമായി നടത്തുന്ന ദൈവമാകിയാൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2006 ഞാൻ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന സംഘടന ദ ഫെലോഷിപ്പ് ഓഫ് ദി പെന്റിക്കോസ്റ്റൽ ചർച്ചസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ FPCG എന്ന് പറയുന്നതായിരിക്കുന്ന സംഘടനയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആ സംഘടനയിൽ നിന്നും എന്നോട് പറഞ്ഞു, മാത്യു, ഈ രാജസ്ഥാനിൽ റാവത്ത് ബേട്ടയിൽ ഒരു സഭയുണ്ട്, അതുകൊണ്ട് ആ സഭയിലേക്ക് പോകണം, അവിടുത്തെ ശുശ്രൂഷകനായിട്ട് ആ സഭയിൽ ശുശ്രൂഷിക്കണം എന്ന് എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ 2006 നവംബർ മാസം 5-ാം തീയതി ഈ സഭയിൽ കടന്നു വരികയും കർത്താവിന്റെ വേലയിൽ ആയിത്തീരുകയും ചെയ്തു. ഇവിടെ വന്നതിന് ശേഷമായിട്ടും കർത്താവിന്റെ ദൈവത്തിൻ്റെതായിരിക്കുന്ന വലിയ പ്രവർത്തികൾ, വലിയ കരുതലുകൾ ഞങ്ങൾക്ക് ഇവിടെയും അനുഭവിക്കുവാൻ കാരണമായി തീർന്നു. ഇവിടെ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഈ സഭയില് 1-2 മലയാളി കുടുംബങ്ങളുണ്ട്, 2-3 കുടുംബങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് ഇങ്ങോട്ട് കടന്നു വരണം എന്ന് പറയുന്നതായിരിക്കുന്ന സമയത്ത് ഞാൻ എത്ര വിശ്വാസികളുണ്ട് അല്ലെങ്കിൽ സഭയുടേതായിരിക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി നേതൃത്വം പറഞ്ഞതനുസരിച്ച് ഞാൻ ഇവിടെ കടന്നു വന്നു. കർത്താവിന്റെ വേലയിലായി. ഞങ്ങൾ ഇവിടെ കടന്നതിന് ശേഷമായിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലി ഇവിടെ നിന്ന് റിട്ടയർഡ് ആയിപ്പോയി. അതിനുശേഷം 5 വർഷം കഴിഞ്ഞപ്പോൾ വേറെ ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു, അവരും ഈ സഭയിൽ നിന്നും റിട്ടയർഡ് ആയിപ്പോയി. പിന്നീട് ചുരുക്കമായിരിക്കുന്ന 1-2 ഹിന്ദിക്കാരായിരിക്കുന്ന ആളുകൾ മാത്രമേ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ കടന്നു വരുവാൻ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ എന്നാൽ വിശ്വാസത്തോടു കൂടി, വളരെ സമർപ്പണത്തോടു കൂടി ഞങ്ങൾ ഈ സഭയിൽ പ്രവർത്തിച്ചു. 2006 മുതൽ ഇന്ന് 2025 വരെ കർത്താവിന്റെ സ്തോത്രം വളരെ സന്തോഷത്തോടു കൂടി കർത്താവിന്റെ വേലയിലായിരിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. ഇവിടെയും കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടേതായിരിക്കുന്ന വിദ്യാഭ്യാസ കാര്യങ്ങൾ, അഡ്മിഷനുകൾ എല്ലാത്തിനും വളരെ പ്രതിസന്ധി ഉണ്ടായിരുന്നു. എന്നാൽ വലിയവനായിരിക്കുന്ന ദൈവം വളരെ അത്ഭുതകരമായിട്ട് കാര്യങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും
നിർവഹിച്ച് ഞങ്ങൾക്ക് തരുവാൻ കാരണമായി തീർന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും +2 വരെ ഇവിടെ പഠിച്ചു. അതിനുശേഷമായിട്ട് അവർ നാട്ടില് കടന്നുപോയി. രണ്ടുപേരും വ്യത്യസ്ത കോളേജുകളിൽ ബിടെക് പഠിച്ചു. അവർക്ക് ക്യാമ്പസ് സെലക്ഷൻ ലഭിച്ചു. രണ്ടുപേർക്കും ജോലി ലഭിച്ചു. മൂത്തയാള് ബാംഗ്ലൂരിൽ TCS-ൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. ഇളയ മോൻ EY എന്ന് പറയുന്നതായിരിക്കുന്ന കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുന്നു. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഞങ്ങളുടെ മൂത്ത മോന്റേതായിരിക്കുന്ന അഡ്മിഷന്റെ സമയത്ത് ഞങ്ങൾക്ക് എല്ലാ കോളേജുകളിലും അഡ്മിഷൻ തീർന്നതായിരിക്കുന്ന ഒരു സമയത്തായിരുന്നു. വളരെ അത്ഭുതകരമായിട്ട് കാഞ്ഞിരപ്പള്ളിയില് അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജില് മോന്റെ വിദ്യാഭ്യാസത്തിനായിട്ട് ഒരു അഡ്മിഷൻ ലഭിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. അതും വളരെ അത്ഭുതകരമായിട്ടാണ് അവിടെ അഡ്മിഷൻ ലഭിച്ചത്. അഡ്മിഷൻ ഫോം ലഭിച്ചു. ആ അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്ത് പൂരിപ്പിച്ച് ആ കോളേജിൽ കൊടുക്കുവാനായിട്ട് അതിനാവശ്യമായിരുന്ന സാമ്പത്തികമില്ലായിരുന്നു. എന്നാൽ എന്റെ മോന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടുത്തുകാരനായിരിക്കുന്ന ഒരു സിഖ് സഹോദരൻ ഉണ്ടായിരുന്നു. അവന്റെ സ്നേഹിതൻ ഉണ്ടായിരുന്നു. ആ സ്നേഹിതനോട് പറഞ്ഞു, ആ ഫീസ് കൊടുക്കേണ്ടതായിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഫോം ഫില്ല് ചെയ്ത് അയക്കേണ്ടതായിരിക്കുന്ന ആ ഫീസ് ആ സഹോദരനോട് വാങ്ങിച്ചു, മോനോട് വാങ്ങിച്ചു. അങ്ങനെ അവിടെ അയച്ചു. അഡ്മിഷൻ ലഭിച്ചു. അഡ്മിഷൻ ലഭിച്ചതിന് ശേഷമായിട്ട് അവിടെ കോളേജിൽ കൊടുക്കേണ്ടതായിരിക്കുന്ന ഫീസുകൾ വളരെ വലുത തുകയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പക്കല് ഒന്നുമില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് അവിടെ കൊടുക്കേണ്ടതായിരിക്കുന്ന ആ തുക എന്ന് പറയുന്നത്, എത്ര തുകയാണോ അവിടെ കൊടുക്കേണ്ടത്, അതെല്ലാം വളരെ അത്ഭുതകരമായിട്ട് കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നു. ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ ആ കോളേജ് അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജില് ഞാൻ എന്റെ മോനുമായിട്ട് എന്റെ ഫാദറിലോ ഞങ്ങൾ അവിടെ കടന്നു ചെന്നു. അവിടെ കടന്നു ചെന്നപ്പോൾ അവന്റെ ഡ്രസ്സുകളും ബുക്സുകളും ഒക്കെയും അവിടെ കൊണ്ടുചെന്നത് ഞങ്ങൾക്ക് മതിയായ ബാഗുകളോ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ബിഗ് ഷോപ്പറിലായിരുന്നു. ബിഗ് ഷോപ്പറിൽ വരെ തുണി സാധനങ്ങളും മറ്റുമൊക്കെ കൊണ്ടുചെന്നിരുന്നു. അമൽ ജ്യോതി കോളേജ് എന്ന് പറയുന്നത് വളരെ പേര് കേട്ട ഒരു കോളേജാണ് നമ്മുടെ നാട്ടില്. കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. അവിടെ വരുന്നതെല്ലാം വളരെ സമ്പന്നന്മാരുടെ മക്കളാണ് അവിടെ പഠിക്കുന്നത്. എല്ലാവരും 4 വീലറിലും ഒക്കെയാണ് അവിടെ വരുന്നത്. ഞങ്ങൾ മാത്രമായിരുന്നു ലൈൻ ബേസിൽ അവിടെ ചെന്ന് അഡ്മിഷൻ ചെന്നത്. വളരെ അത്ഭുതമായിട്ട് അഡ്മിഷൻ എടുത്തു. ആ അഡ്മിഷൻ എടുത്ത ശേഷമായിട്ട് എനിക്ക് സംസാരിക്കുവാൻ കഴിയുകയില്ലായിരുന്നു. കാരണം അത്രമാത്രം വളരെ വലിയ ഒരു പ്രയാസത്തിലൂടെ ആയിരുന്നു ഞങ്ങള് കടന്നുപോയത്. ഞങ്ങളുടെ മക്കള് ഒന്നുമില്ലായിരുന്നു. എന്നാൽ വലിയവനായ ദൈവം പലരെയും ആമേൻ തക്ക സമയത്ത് ദൈവം പലരുടെയും കരങ്ങൾ തുറന്ന് മതിയായ ഫീസ് അവിടെ കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. വളരെ അനുഗ്രഹമായി തന്നെ മോന് അവരെ പഠിക്കുവാനും ആ കോഴ്സ് പൂർത്തീകരിക്കുവാനും 2021 അവിടെ ആ കോഴ്സ് പൂർത്തിയതിനു ശേഷമായിട്ട് കമ്പനിയുടേതായിരിക്കുന്ന സെലക്ഷൻ നടന്നപ്പോൾ അവൻ പഠിച്ചതായിരിക്കുന്ന ആ ബാച്ചിൽ നിന്നും ആ ബാച്ചിലെ 2 പേർക്കാണ് ക്യാമ്പസ് സെലക്ഷൻ ലഭിച്ചത്. ഒന്ന് ഒരു പെൺകുട്ടിക്കും ഒന്ന് ഞങ്ങളുടെ മോനുമായിരുന്നു ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയത്. TCS-ൻ്റെതായിരിക്കുന്ന ആദ്യത്തെ ഇന്റർവ്യൂവിൽ അവന് ജോലി ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഇതെല്ലാം ദൈവം ചെയ്തായിരിക്കുന്ന വലിയ പ്രവർത്തികളാണ്. ഞങ്ങൾക്കൊന്നും സ്വയമായിട്ട് ഞങ്ങൾക്കൊന്നും പുകഴുവാനോ ഒന്നും പ്രശംസിക്കുവാനോ ഒന്നുമില്ല. ദൈവമാണ് എല്ലാം ചെയ്തത്. ദൈവം തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി കരുതി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതി. അതുപോലെ തന്നെ എന്റെ ഇളയ മോന്റേതായിരിക്കുന്ന അഡ്മിഷന്റെ സമയത്തും കോളേജില് ഇവിടെ +2 കഴിഞ്ഞ് കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മക്കള് സാമ്പത്തികമായിരിക്കുന്ന ഒന്നുമില്ലായിരുന്നു. എന്നാൽ വളരെ അത്ഭുതകരമായി തന്നെ 2019 ജൂലൈ മാസം 8-ാം തീയതി, അതായത് ആപ്ലിക്കേഷൻ എല്ലാം അയച്ച് അവന് അലോട്ട്മെന്റ് ലഭിച്ചു. ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജില് ഇളയ മോന് അഡ്മിഷൻ ലഭിച്ചു. എന്നാൽ അവിടെയും ഞങ്ങൾക്ക് വളരെ സാമ്പത്തികമായിരിക്കുന്ന പ്രതിസന്ധി ഞങ്ങൾക്ക് നേരിടുന്നതായിട്ട് വന്നു. അഡ്മിഷൻ ലഭിച്ചപ്പോൾ
പറയുകയുണ്ടായി, ഇനി മൂന്നാമത്തെ അലോട്ട്മെന്റിലൂടെ കഴിഞ്ഞിട്ട് മാത്രമേ അഡ്മിഷൻ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നു. മോൻ ഞങ്ങളോട് കൂടെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2019 ജൂലൈ മാസം 8-ാം തീയതി ഒരു തിങ്കളാഴ്ചയായിരുന്നു. ഞങ്ങൾ അടുത്തുള്ളതായിരിക്കുന്ന ഒരു ഭവനത്തിൽ കടന്നതിന് ശേഷമായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് TV ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ TV-യിൽ വാർത്താ ചാനലിൽ എഴുതി കാണിക്കുന്നു, അഡ്മിഷൻ ലഭിച്ചവരെല്ലാവരും അവരുടെ മതിയായ രേഖകളുമായിട്ട് പ്രിൻസിപ്പാളിന്റെ മുൻപാകെ 11-ാം തീയതി ഹാജരാകണം എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് നാട്ടിലേക്ക് കടന്നു പോകണമെങ്കിൽ 3 ദിവസത്തെ ട്രെയിൻ യാത്രയാണ്. ഞങ്ങൾ റിസർവേഷനോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഫീസിൻ്റെതായിരിക്കുന്ന അറേഞ്ച്മെന്റുകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലായിരുന്നു. അന്ന് 8-ാം തീയതി രാത്രിയിലാണ് TV-യിൽ ഇങ്ങനെ വാർത്തയിൽ എഴുതി കാണിക്കുന്നത്, അഡ്മിഷൻ ലഭിച്ചവരെല്ലാവരും അവിടെ കടന്നു ചെല്ലാൻ 11-ാം തീയതി അവിടെ കടന്നു ചെന്ന് തങ്ങളുടേതായിരിക്കുന്ന അഡ്മിഷൻ ഉറപ്പാക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ചിന്തിച്ചു, എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. അതുകൊണ്ട് അത് അഡ്മിഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പഠിത്തത്തിന് വലിയ മുൻപോട്ടുള്ളതായിരിക്കുന്ന പഠിത്തത്തിന് വിദ്യാഭ്യാസത്തിന് വളരെ തടസ്സം ഉണ്ടാകുമല്ലോ. വളരെ പ്രയാസത്തിലായി കുഞ്ഞുങ്ങളും ഞങ്ങളും എല്ലാവരും വളരെ പ്രയാസത്തിലായി. എന്നാൽ പലരോടും ഞങ്ങൾ ആവശ്യങ്ങൾ പറഞ്ഞു, പ്രാർത്ഥിച്ചു. ആമേൻ. കർത്താവ് വളരെ അത്ഭുതകരമായിട്ട് അതിന് വേണ്ടതായിരിക്കുന്ന വഴികളെ ഒരുക്കി തന്നു. ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ കുടുംബത്തില് ഞാനും എന്റെ ഇളയ മോനുമാണ് ഞങ്ങള് ആദ്യമായിട്ട് 2019 ആദ്യമായിട്ട് ഞങ്ങള് ട്രെയിനിൽ AC കമ്പാർട്ട്മെന്റിൽ ഞങ്ങള് യാത്ര ചെയ്യുന്നത്. അത് തക്ക സമയത്ത് ഞങ്ങൾക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുത്തപ്പോൾ AC കമ്പാർട്ട്മെന്റിലാണ് ഞങ്ങൾക്ക് റിസർവേഷൻ ലഭിക്കുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ ഞങ്ങള് ആലപ്പുഴയിൽ അവിടെ ഇറങ്ങി, വെളുപ്പിന് അവിടെ ചെന്നു. അതിനുശേഷമാണ് ഞങ്ങള് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നു. അവിടെയും ചെന്ന് ആമേൻ തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് 12-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് ചാൻസ്. ലാസ്റ്റ് ദിവസം ഞങ്ങൾ അവിടെ കടന്നു ചെന്ന് അഡ്മിഷൻ ഒക്കെ എടുത്ത് ആമേൻ കുഞ്ഞിന്റെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങി പോരുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി. അങ്ങനെ വളരെ വലുതായിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന രീതിയിൽ കർത്താവ് ഞങ്ങളെ നടത്തി പരിപാലിക്കുവാൻ കാരണമായി തീർന്നു. ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒട്ടനവധിയായിരിക്കുന്ന അത്ഭുത പ്രവർത്തികൾ, വലിയതായിരിക്കുന്ന കരുതലുകൾ ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങൾക്ക് ലഭിക്കുവാൻ കാരണമായി തീർന്നു. ദൈവം വലിയവനാണ്. അവൻ തക്ക സമയത്ത് എല്ലാം നൽകുന്നവനും എല്ലാം ചന്തവും ഉചിതമായി തന്നിൽ ആശ്രയിക്കുന്നവരെ ഒരു നാളും കൈവിടാതെ കൊണ്ട് അവരുടേതായിരിക്കുന്ന ആഗ്രഹങ്ങളെ അവൻ ദൈവം നൽകി തരുന്നവനാണ് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. സങ്കീർത്തനം 34-ന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. ഇന്ന് വരെയും അപ്രകാരം തന്നെ ലജ്ജിക്കാതെ കൊണ്ട് വലിയവനായിരിക്കുന്ന കർത്താവിന്റെ വേലയിൽ ആയി തീരുവാൻ ദൈവം ഞങ്ങൾക്ക് ഇന്നയോളം കൃപ നൽകി. ദൈവത്തിൻ്റെതായിരിക്കുന്ന വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്നതായിരിക്കുന്ന അരോമ TVയുടേതായിരിക്കുന്ന ശ്രോതാക്കൾ, കർത്താവിന് സ്തോത്രം. ആമേൻ. ഞാൻ പറയുകയാണ്, ദൈവത്തിൻ്റെതായിരിക്കുന്ന വലിയ പ്രവൃത്തികൾ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചു എങ്കിൽ ഒരു നാളും ദൈവം നമ്മെ തള്ളിക്കളയുകയില്ല. അവൻ നമ്മെ അത്ഭുതകരമായി വഴി നടത്തും. ആമേൻ. നാം ദൈവത്തിൽ ആശ്രയിക്കുന്നു എങ്കിൽ നമ്മുടെ മക്കളെയും നമ്മുടെ തലമുറകളെയും ദൈവം മാനിക്കുവാൻ കാരണയിടയായി തീരും. ദൈവം നിശ്ചയമായിട്ടും മാനിക്കും. അവരുടേതായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും കർത്താവ് തക്ക സമയത്ത് നിർവഹിച്ചു തരും. ആമേൻ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കടന്നു പോകുവാനും കർത്താവിന്റെ സാക്ഷിത്വം വഹിക്കുവാനും ഒക്കെയും കർത്താവ് എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ എല്ലാ മിക്ക സംസ്ഥാനങ്ങളിലും കടന്നുപോയി കർത്താവിന്റെ സാക്ഷിയായി തീരുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി. വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാതിരിക്കുന്ന നീണ്ട 30 വർഷത്തിൽ പരമായിട്ടുള്ളതായിരിക്കുന്ന കാലഘട്ടങ്ങൾ ഞങ്ങൾക്ക് ദൈവത്തെ ഒരിക്കലും മറക്കുവാൻ പറ്റാത്തതായിരിക്കുന്ന സംവത്സരങ്ങളായിരുന്നു ഈ 30 പരം സംവത്സരങ്ങൾ എന്ന് പറയുന്നത്. ദൈവം വളരെ അത്ഭുതകരമായി തന്നെ ഞങ്ങളെ പരിപാലിച്ചു. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞുവല്ലോ, ദൈവം ഞങ്ങളെ വളരെ അത്ഭുതകരമായിട്ട് വഴി നടത്തി പരിപാലിച്ചു.
ഇവിടെ കടന്നു വന്നതിന് ശേഷമായിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലും കടന്നുപോയി ദൈവത്തിൻ്റെതായിരിക്കുന്ന വചനം അറിയിച്ചു. ഇവിടെ ഞങ്ങൾക്ക് ചെറിയ ഒരു കൂട്ടായ്മയുണ്ട്. ആ എല്ലാവരും ഹൈന്ദവ വിശ്വാസത്തിൽ നിന്നും കടന്നു വന്നവരാണ്. അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് ഇവിടെ കടന്നു വരുന്നത്. ഞാൻ ശുശ്രൂഷിക്കുന്നതായിരിക്കുന്ന ഈ സഭ എന്ന് പറയുന്നത് വളരെ 53 വർഷത്തിൽ പരം പഴക്കമുള്ളതായിരിക്കുന്ന ഒരു പഴയ ബിൽഡിംഗ് ആണ്, ഒരു ചർച്ച് ബിൽഡിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ദേശത്തെ ആദ്യത്തെ സഭയാണ് ക്രിസ്ത്യൻസിന്റെ ആദ്യത്തെ സഭ. പെന്തക്കോസ്തിന്റേതായിരിക്കുന്ന ആദ്യത്തെ സഭ ഇതാണ്. ഈ സഭയിൽ ഞങ്ങള് 19 വർഷം ഞങ്ങൾ ഇവിടെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ദൈവമായ കർത്താവ് എന്നയോളം വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങളെ നടത്തി പരിപാലിച്ചു. ആമേൻ. ഒരു ജീവിതത്തിൽ നേരിട്ടതായിരിക്കുന്ന വലിയ പ്രതിസന്ധികൾ നടുവിലെല്ലാം കർത്താവിന്റെ കരം ഞങ്ങൾക്ക് കണ്ട് അനുഭവിച്ചറിയുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ കരം ഞങ്ങളോട് കൂടെ ഇരുന്ന് കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു. ഞാൻ പറഞ്ഞുവല്ലോ, ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു ആളായിരുന്നെങ്കിൽ തന്നെയും ശരി, എനിക്ക് വിശ്വാസ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ബൈബിൾ സംബന്ധമായിട്ടോ യാതൊരു അറിവും എനിക്ക് ഇല്ലായിരുന്നു. എന്നാൽ പെന്തക്കോസ്തിന്റേതായിരിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ കർത്താവായി യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആമേൻ കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ച് അവയിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്റെ ജീവിതത്തിൽ വളരെ സന്തോഷവും സമാധാനവും നൽകി തരുവാൻ ഇടയായി തീർന്നു. ആമേൻ. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ മാതാപിതാക്കൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അതിനുശേഷമായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ സഹോദരങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ആ സമയത്തെല്ലാം ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്, എന്റെ ചെറുപ്പ കാലങ്ങളിൽ പലപ്പോഴും സഹോദരങ്ങൾ തമ്മിൽ വഴക്കിടുന്നതായിരിക്കുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടായിരുന്നു. പലപ്പോഴും രാത്രിയിൽ ഞങ്ങൾ സമാധാനമായി കിടന്നുറങ്ങുവാൻ കഴിയാത്തതായിരിക്കുന്ന സാഹചര്യങ്ങൾ, സന്ദർഭങ്ങളൊക്കെയും ദിനങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. തമ്മിൽ വഴക്കിടുന്നതായിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു ഞങ്ങളുടെ ഭവനത്തില്. അങ്ങനെയുള്ളതായിരിക്കുന്ന സഹോദരങ്ങൾ തമ്മിൽ വഴക്കടിക്കുകയും വളരെ പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തില്. എന്നാൽ അതിൽ നിന്നൊക്കെയും ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ദൈവജനത്തോടു കൂടി കർത്താവിന്റെ വേലയിലായിരിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവിക സന്തോഷം പ്രാപിക്കുവാനും എല്ലാം കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി. എന്റെ നന്നേ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ വളരെ ദാരിദ്ര്യത്തിലൂടെ പട്ടിണിയിലൂടെയും ദാരിദ്ര്യത്തിലൂടെ എല്ലാം കടന്നുപോയ സന്ദർഭങ്ങളുണ്ട്. ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്നതായിരിക്കുന്ന ഒരിക്കൽ ഞങ്ങള് സ്കൂളിൽ എന്റെ സഹോദരിമാരും ഒരുമിച്ച് ഞങ്ങള് സ്കൂളിൽ കടന്നുപോയി. അന്ന് രാവിലെ ഞങ്ങൾക്ക് വീട്ടിൽ നിന്നും ഭക്ഷിച്ചു പോകുവാനായിട്ട് ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ വളരെ ദുഃഖിതരായിട്ടാണ് ഞങ്ങള് സ്കൂളിൽ കടന്നുപോയത്. എന്നാൽ ഉച്ചയൂണിന് സമയമായപ്പോൾ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ ഞങ്ങൾക്ക് ഉച്ചയൂണുമായിട്ട് ഞങ്ങൾക്ക് കടന്നു വന്നു. ഞങ്ങൾ പഠിച്ചിരുന്ന സ്കൂള് വളരെ ദൂരത്തിലായിരുന്നു. എന്നാൽ ദൂരത്തിൽ വർത്തയും വളരെ ദൂരത്തിലായിരുന്നുവെങ്കിൽ തന്നെ ശരി, ഞങ്ങൾ വളരെ ദൂരം നടന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉച്ചഭക്ഷണമൊക്കെയും തയ്യാറാക്കി ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ ഞങ്ങൾക്ക് കൊണ്ട് തന്നു. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഉച്ചഭക്ഷണം കഴിച്ചു. പിന്നെ ഞങ്ങള് പഠിച്ചു. അങ്ങനെ ഞങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസ സമയങ്ങളെല്ലാം വളരെ പ്രതിസന്ധികളൊക്കെയും ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പാടിലും പ്രയാസങ്ങളിലൊക്കെയും ഒക്കെയാണ് ഞങ്ങൾ കടന്നു വന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെയും വ്യത്യസ്തമായിരിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ തലമുറകളെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിച്ചു. കാരണം ഒന്ന് തന്നെയാണ്, ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുകയും കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ വേല ചെയ്യുവാൻ കർത്താവിൽ തീരുമാനിച്ചതുകൊണ്ട് ദൈവം മാനിക്കുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞ പോലെ എന്റെ പിതാവ് ഒരു പുരോഹിതനായിരുന്നു. ആമേൻ. പുരോഹിതൻ എന്റെ പിതാവ് ഉപയോഗിച്ചതായിരിക്കുന്ന ബൈബിള് എനിക്ക് എന്റെ കരങ്ങളിൽ എടുക്കുവാനും ആമേൻ കർത്താവിന്റെ വേല ചെയ്യുവാനും എനിക്ക് കർത്താവ് കൃപ നൽകി. CMS സഭയിലെ പുരോഹിതനായിരുന്നു എന്റെ പിതാവ്. എന്നാൽ ഞങ്ങളുടെ മക്കളുടെ കാലത്ത് ഞങ്ങൾക്ക് പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് എല്ലാം വളരെ ഭംഗിയായി നൽകി തരുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ അരോമ TV-യിൽ ഞാൻ കടന്ന് വരികയും സാക്ഷ്യം പറയുകയും ചെയ്തത്. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന സമയങ്ങളിലും എല്ലാം ഞങ്ങളുടേതായിരിക്കുന്ന ഞാൻ പറഞ്ഞ പോലെ ഞങ്ങള് ഈ ഒരു പ്രസ്ഥാനത്തോടു കൂടി ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ തന്നെയും ശരി,
ഞങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന ഒരു ആത്മീയമോ അല്ലെങ്കിൽ ഒരു ഭൗതികമായിരിക്കുന്ന യാതൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ മറ്റൊന്നും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. എന്നാൽ ദൈവമായിരിക്കുന്ന കർത്താവിന്റെ കരം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് വരെയും വളരെ അത്ഭുതകരമായിട്ട് കർത്താവ് ഞങ്ങൾക്ക് ആ കൃപ നൽകി. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നു. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമായിട്ട് 50 വർഷത്തിന് ശേഷമായിട്ടാണ് ഒരു വലിയ ഒരു അത്ഭുതം ഇവിടെ നടന്നത് എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഈ ക്യാമ്പസിൽ തന്നെ ഞങ്ങൾ ഒരു ചെറിയൊരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. ആ വാട്ടർ ടാങ്ക് ഞങ്ങള് വിപുലീകരിച്ചു, അതിന്റെ ആഴം കൂട്ടി. അതിനുശേഷമായിട്ട് ഞങ്ങളുടെ 2017 എന്റെ 2 ആൺമക്കളും മറ്റ് 5 വിശ്വാസികളും ആമേൻ ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നതായിരിക്കുന്ന 5 പേരും ഞങ്ങളുടെ 2 മക്കളും അടങ്ങുന്നതായിരിക്കുന്ന 7 പേര് ഈ ഇവിടെ ഉള്ളതായിരിക്കുന്ന ആ വാട്ടർ ടാങ്കിൽ ഞങ്ങളുടെ ക്യാമ്പസിനകത്ത് തന്നെ സ്നാനപ്പെടുവാനായിട്ട് കാരണമായി തീർന്നു. അത് ദൈവം ചെയ്തായിരിക്കുന്ന വലിയ പ്രവൃത്തിയാണ്. ഈ സഭയുടെ ചരിത്രത്തില് ദൈവം ചെയ്തായിരിക്കുന്ന വലിയ ഒരു പ്രവൃത്തി തന്നെയാണ് എന്ന് ഞാൻ പറയുകയാണ്. ആമേൻ. ദൈവത്തിൻ്റെതായിരിക്കുന്ന വലിയ പ്രവൃത്തിയാണ്. അനേക കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി. ഇതൊന്നും ഞങ്ങളുടേതായിരിക്കുന്ന കഴിവല്ല, എന്നാൽ സർവശക്തനായ ദൈവം ഒരാൾ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെയും ചെയ്തത്. ദൈവം നട്ടതിനെ ദൈവം പരിപാലിക്കും, അതിനെ വളർത്തും എന്നുള്ളതായിരിക്കുന്ന ഒരു പരിപൂർണമായിരിക്കുന്ന ഒരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട്. ഞാൻ പിന്നെയും ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുവല്ലോ, ഞങ്ങള് അലഹബാദില് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകാതിരിക്കുന്ന സമയമുണ്ട്. ഒരിക്കൽ ഞാൻ എന്റെ മൂത്ത മോനെ ഞാൻ സ്കൂളിൽ കൊണ്ട് ആക്കിയ ശേഷം അവൻ UKG പഠിക്കുന്ന ഒരു സമയമായിരുന്നു. ഞാന് അവനെ സ്കൂളിൽ കൊണ്ടുപോയി സ്കൂട്ടി കൊണ്ടുവരുന്നതായിരിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററിലധികമായിട്ട് ഞങ്ങൾക്ക് ബസ് സ്റ്റോപ്പിലേക്ക് കടന്നു വരണം. അവിടെ നിന്നും ഓട്ടോ പിടിച്ച് ഓട്ടോയ്ക്ക് വേണം ഞങ്ങൾക്ക് ഭവനത്തിലേക്ക് കടന്നു വരേണ്ടതായിട്ട്. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് കടന്നു പോരുമ്പോൾ അലഹബാദ് ഹൈക്കോർട്ടിന്റെ മുൻവശത്തോടു കൂടിയാണ് ഞങ്ങൾ കടന്നു വരുന്നത്. അവിടെ ഞങ്ങൾ നടന്നു പോരുമ്പോൾ അവിടെ ഈ ഉന്തുവണ്ടിയിലെ കച്ചവടക്കാരും പഴക്കച്ചവടക്കാരും മറ്റും ഒക്കെയും ഉണ്ട്. അങ്ങനെ പോരുന്നതായിരിക്കുന്ന സമയത്ത് എന്റെ മൂത്ത മോൻ എന്നോട് പറഞ്ഞു, പപ്പ എനിക്ക് എനിക്ക് പഴം വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് അടുത്ത വണ്ടിക്കാരോട് നമുക്ക് അടുത്ത കടയിൽ നമുക്ക് മേടിക്കാം. പിന്നെ പറഞ്ഞ അവിടെ ചെന്നപ്പോ ഞാൻ പറഞ്ഞു അടുത്ത കടയിൽ നമുക്ക് ചോദിക്കാം. അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ ഓട്ടോ കയറുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ചെല്ലുമ്പോൾ മേടിച്ചു തരാം എന്ന് ഞാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോലും ഞാൻ പറഞ്ഞു, ഇന്ന് സന്ധ്യാസമയത്ത് നമ്മൾ അവിടെ ചന്ത മാർക്കറ്റുള്ളതാണ്, അതുകൊണ്ട് പോയിട്ട് വരുമ്പോൾ ഞാൻ പഴം മേടിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, കാരണം ഞാൻ പറഞ്ഞു അവൻ ആവശ്യപ്പെട്ടപ്പോൾ മേടിച്ചു കൊടുക്കാത്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനുള്ളതായിരിക്കുന്ന സാമ്പത്തികം എന്റെ കയ്യിലേ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവനെ ഒഴിവാക്കുകയാണ് ചെയ്ത്. അത് ഞങ്ങൾ 2 പേരും ഉണ്ട്. കർത്താവിന് സ്തോത്രം. ഞാൻ വൈകുന്നേരമായപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോകാനായിട്ട് അല്ലെങ്കിൽ ചന്തയിൽ പോകാനായിട്ട് ഞാൻ ഒരുങ്ങി. ചന്തയിൽ പോകാനായിട്ട് ഞാൻ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾ തപ്പിപ്പെറുക്കി എല്ലാം കൂടി ഒരു 15 രൂപയാണ് എന്റെ കൈവശം ഉണ്ടായിരുന്ന. മാർക്കറ്റിൽ പോയി പച്ചക്കറികളൊക്കെ മേടിച്ചുകൊണ്ട് വരുവാനായിട്ട് ഞാൻ പറഞ്ഞു, അവന് ഓർമ്മയുണ്ട്, ഇന്ന് സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ പപ്പ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ പഴം മേടിച്ചുകൊണ്ട് വരും, അപ്പൊ ഞങ്ങൾക്ക് കഴിക്കാമെന്ന് ആശിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ മാർക്കറ്റിൽ പോയത്. ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് സന്ധ്യയായി പോയി, അതുകൊണ്ട് പഴക്കച്ചവടക്കാരെല്ലാം പോയി, അതുകൊണ്ട് മേടിക്കാൻ പറ്റിയില്ല. ഞാൻ അടുത്ത ആഴ്ചയിൽ നമുക്ക് മേടിക്കാം, അടുത്ത ബജാർ ചന്ത ദിവസം നമുക്ക് മേടിക്കാം എന്ന് പറഞ്ഞു. കാരണം ഇതാണ്, അതിനുള്ളതായിരിക്കുന്ന സാമ്പത്തികം ഉണ്ടായിരുന്നു. കാരണം 15 രൂപ മാത്രമായിരുന്നു ഞാൻ ചന്തയിൽ പോകുമ്പോൾ എന്റെ കൈവശം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് പച്ചക്കറി മേടിക്കണോ പഴം മേടിക്കണോ എന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ ചിന്തയായിരുന്നു. അതുകൊണ്ട് മേടിച്ച് കൊടുക്കുവാൻ കഴിഞ്ഞില്ല. തന്നെയുമല്ല, ഒരു ദിവസം ഞാൻ മാർക്കറ്റിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ 2 കുഞ്ഞുങ്ങൾ 2 പേരും, മൂത്ത മോൻ UKG പഠിക്കുന്നു, ഇളയ മോൻ LKG-യിലായിരുന്നു, നഴ്സറിയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഞാന് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞു, പപ്പ ഞങ്ങൾക്ക് 2 പേർക്കും ഞങ്ങൾക്ക് 2 രൂപയുടെ ഓരോ മഞ്ച് മേടിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി ഞാൻ മേടിച്ചോണ്ട് വരാം. ഞാൻ പറഞ്ഞില്ല ഞാൻ മേടിച്ചോണ്ട് വരത്തില്ല, പൈസ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ശരി ഞാൻ മേടിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ വീടിന്റെ അവിടെ നിന്ന് നടന്ന് മെയിൻ റോഡിലേക്ക് ചെന്നപ്പോൾ ഞങ്ങൾ ആ മെയിൻ റോഡിലേക്ക് കടന്ന് ചെല്ലുന്നതായിരിക്കുന്ന സമയത്ത് മെയിൻ റോഡ് സൈഡിലായി തന്നെ മെയിൻ റോഡ് ചെല്ലുന്ന സൈഡിൽ തന്നെ ഒരു കടലയും മറ്റും മിഠായിയൊക്കെ വിൽക്കുന്നതായിരിക്കുന്ന ഒരു കടയുണ്ട്. ഞാൻ ആ കടയുടെ മുമ്പിലൂടെ ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ ഒരു 5 രൂപയുടെ ഒരു തുട്ട് ആ കടയുടെ മുമ്പിൽ കിടക്കുന്നത് ഞാൻ കണ്ടു.
ഞാൻ പറഞ്ഞത് കടയുടെ മുമ്പിൽ കിടക്കുന്നതാണല്ലോ, അതുകൊണ്ട് അതിന്റെ അവകാശി കടക്കാരനാണ് എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ ആ പൈസ എടുത്തില്ല. ഞാൻ മാർക്കറ്റിൽ പോയി ചില പച്ചക്കറികളൊക്കെ മേടിച്ച് ഞാൻ മടങ്ങി വന്നപ്പോ മക്കള് ചോദിച്ചു, പപ്പ മഞ്ച് മേടിച്ചില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മഞ്ച് ഞാൻ മേടിച്ചില്ല, അയ്യോ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ മനസ്സിൽ ഒരു ഓർമ്മയുണ്ട്, എന്താണ്, 5 രൂപ ഞാൻ അവിടെ ആ കടയുടെ മുമ്പിൽ 5 രൂപയുടെ ഒരു നാണയത്തൊട്ട് കിടക്കുന്നത് കണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ മേടിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങി. എനിക്ക് എന്റെ വിചാരം ആ 5 രൂപ അവിടെ തന്നെ കാണും, അപ്പൊ അതുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഓരോ മഞ്ച് മേടിക്കാം എന്ന് കരുതി ഞാൻ ചെന്നു. ആ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ ആ 5 രൂപയുടെ തുട്ട് അവിടെ തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാന് രണ്ടുപേർക്കും ഓരോ 2 രൂപയുടെ ഓരോ മഞ്ച് മേടിച്ചു. ഞാന് വീട്ടിൽ കടന്നു വന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. അങ്ങനെ പല അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങള് നന്നായിട്ട് ആഹാരം കഴിക്കുവാൻ, അല്ലെങ്കിൽ ഇല്ലാത്തായിരിക്കുന്ന സമയങ്ങളൊക്കെ, ആഗ്രഹിച്ചായിരിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നും സാധിച്ചില്ല. എന്നാൽ ഞാൻ പറയുകയാണ്, ദൈവനാമ മഹത്വമായി പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വളരെ സമൃദ്ധമായിരിക്കുന്ന പോഷക ആഹാരങ്ങളോ മറ്റൊന്നും കൊടുത്തില്ല എങ്കിൽ തന്നെയും ശരി, നാം ദൈവസന്നിധാനത്തെങ്കിൽ സത്യസന്ധരായി ദൈവത്തെ യഥാർത്ഥമായി നാം സേവിക്കുന്നു എങ്കിൽ, ദൈവത്തിൽ യഥാർത്ഥമായി നാം ആശ്രയിക്കുന്നുവെങ്കിൽ, നാം സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടിയിട്ടോ മറ്റൊന്നിനും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തെറ്റായ വഴികളിലൂടെ നാം പോകുന്നില്ല എങ്കിൽ, അതിന് നമ്മൾ തിരഞ്ഞെടുക്കുന്നില്ല എങ്കിൽ, നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ, നമ്മുടെ മക്കൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ചെറുപ്പത്തില് ഞങ്ങൾക്ക് ഒന്നും തന്നെ അവർക്ക് ശരീര പോഷക സംബന്ധമായിരിക്കും ഒന്നും ഞങ്ങൾക്ക് കൊടുക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ സർവശക്തനായ ദൈവം അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു. അവർക്ക് നല്ല ബുദ്ധിയും ജ്ഞാനവും എല്ലാം അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു എന്നാണ് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നത്. അവൻ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി കഴിയുന്നതായിരിക്കുന്ന പഠിച്ചതായിരിക്കുന്ന കുഞ്ഞുങ്ങളെക്കാൾ മെച്ചമായി നല്ല രീതിയിൽ അവർ പഠിച്ചതായിരിക്കുന്ന ആ സ്കൂളുകളിൽ, കോളേജുകളിൽ അവർ പഠനങ്ങളിൽ മുൻപിലായിരുന്നു. അങ്ങനെ അവർക്ക് നല്ല രീതിയിൽ മുൻപോട്ട് പോകുവാൻ, പഠിക്കുവാൻ കർത്താവ് അവർക്ക് കൃപ നൽകി. മനുഷ്യൻ കൊടുക്കുന്നതെങ്കിൽ, ഈ ഭൂമിയിൽ ലഭിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇവിടെയുള്ളതായിരിക്കുന്ന ആ പോഷകാഹാരങ്ങളെക്കാൾ ഉപരിയായിട്ട് സർവശക്തന്റേതായ ആ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മേലുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും വലുതായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അതിന് പല കാര്യങ്ങളൊക്കെയും ഉണ്ട്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ആമേൻ. ആമേൻ. ഇവിടെ വന്നതിന് ശേഷമായിട്ടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തില് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങൾക്ക് നേരിട്ടു. ഞങ്ങളെ ഈ 30 വർഷങ്ങളായി ഞങ്ങൾ ഈ നോർത്ത് ഇന്ത്യ പ്രദേശത്തായിട്ട്, എന്നാൽ ഞങ്ങളിൽ എല്ലായിടത്തും ആ സുവിശേഷ വേലയ്ക്കായിട്ട് ഞങ്ങൾ കടന്നു പോകുന്നത് ഞങ്ങൾ നടന്നാണ്. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങള് കിലോമീറ്ററുകൾ നടന്നാണ് ഞങ്ങളെ വിസിറ്റിങ്ങിനായിട്ടും മറ്റു പ്രവർത്തനങ്ങൾക്കായിട്ടും എല്ലാം ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഞങ്ങൾക്ക് ഒരു ഇരുചക്ര വാഹനം ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ 2020 കൊറോണ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു 2 വീലർ, ഞങ്ങൾക്ക് ഒരു സ്കൂട്ടി ഞങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് കർത്താവ് കൃപ നൽകിയത്. എല്ലാം കർത്താവ് തക്ക സമയത്ത് നൽകി തരുന്നവനാണ്. 2020 തന്നെയാണ് എന്റെ ജീവിതത്തില് എനിക്ക് ആദ്യമായിട്ട് ഒരു ആൻഡ്രോയിഡ് മൊബൈലും ലഭിക്കുന്നത്. അതും ഈ കൊറോണ സംബന്ധമായിട്ട് ചില പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ തുടങ്ങി. അതിലൊരു ഗ്രൂപ്പിൽ ഞാനും ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് നോർമൽ മൊബൈൽ മാത്രമേ ഉണ്ടായിരുന്നു, കീപാഡിന്റെ മൊബൈൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മനസ്സിലാക്കിയ കർത്താവിന്റെ ദാസൻ ഒരാള് ടീമിന്റെ ആയിരിക്കുന്ന നടത്തിപ്പുകാരോട് പറഞ്ഞു, മാത്യു പാസ്റ്റർക്ക് നല്ല മൊബൈൽ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ആ ഒരു മൊബൈല് ആദ്യമായിട്ട് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ വകയായിട്ടാണ് എനിക്ക് എന്റെ ജീവിതത്തില് ഒരു ആൻഡ്രോയിഡ് മൊബൈല് എനിക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ വളരെ അത്ഭുതകരമായിരിക്കുന്ന രീതിയിലാണ് കർത്താവ് ഇന്നുവരെയും ഞങ്ങളെ പരിപാലിച്ചത്. എന്നാൽ ഞങ്ങൾക്ക് കർത്താവിനോട് പരിഭവമില്ല. എല്ലാം തക്ക സമയത്ത് കർത്താവ് അത്ഭുതകരമായിട്ട് നടത്തി തരുന്ന ദൈവമാകുന്നുവല്ലോ. അവർ നമ്മെ ഒരു നാളും കൈവിടുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു നാളും അവൻ ഉപേക്ഷിക്കുകയില്ല. മറ്റുള്ളവരുടെ മുൻപാകെ നമ്മുടെ കുഞ്ഞുങ്ങളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അവയെ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ പറയുകയാണ്, കർത്താവ് ഒരു നാളും നമ്മെ കൈവിടുകയില്ല. നമ്മെ യഥാർത്ഥമായി കർത്താവിൽ ആശ്രയിക്കുന്നു എങ്കില് കർത്താവ് നമ്മെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. അവൻ അന്ത്യത്തോളം നമ്മുടെ കരങ്ങളെ നമ്മെ നടത്തി പരിപാലിക്കുവാൻ ശക്തനും
വിശ്വസ്തനുമാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്, എന്നാലൊന്നും ഞാൻ ഇന്ന് പകൽക്കാലം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് അത്ഭുതകരമായി നടത്തി പരിപാലിച്ചുവല്ലോ. ആ കർത്താവിന്റെ വലിയ കൃപയ്ക്കായിട്ട് ഞാൻ പിന്നെയും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ആമേൻ. കർത്താവിന് സ്തോത്രം. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി ആമേൻ അവർ പറയുകയാണ്, കർത്താവ് നമ്മെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. അവൻ ശക്തനും വിശ്വസനുമാണ്. അവൻ നമ്മെ അത്ഭുതകരമായിട്ട് നമ്മെ പരിപാലിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മെ അനുഗ്രഹിച്ചില്ലെങ്കിൽ നമ്മുടെ തലമുറകളുടെ ജീവിതത്തിൽ കർത്താവ് അവരെ അനുഗ്രഹിക്കും. നമ്മുടെ തലമുറകളിലൂടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. നിശ്ചയമായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. 1 പത്രോസ് ലേഖനം 5:7 പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഇന്ന് പകൽക്കാലം ആമേൻ ദൈവസന്നിധാനത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്വ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി കർത്താവേ അങ്ങയെ വാഴ്ത്തുകയാണ്. അങ്ങ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയതായിരിക്കുന്ന എല്ലാ വലിയ പ്രവൃത്തികൾക്കായിട്ട്, നൽകി തന്നായിരിക്കുന്ന എല്ലാ നന്മകൾക്കായി കർത്താവ് ഇന്ന് പകൽക്കാലം അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്ര അത്ഭുതകരമായിരിക്കുന്ന ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും കർത്താവെ ശ്രേഷ്ഠമായിരിക്കുന്ന അങ്ങയുടെ വേല ചെയ്യുവാനും എല്ലാം കർത്താവ് കൃപ നൽകിയതാൽ നന്ദിയോടെ അങ്ങയെ വാഴ്ത്തുന്നപ്പ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവ് കേൾവിക്കാർ ആരോമ ടിവിയുടെ ശ്രോതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണം. അവയെ കർത്താവിന്റെ സ്തോത്രം. പ്രത്യേക കർത്താവ് ആരോമ ടിവിയുടെ പ്രവർത്തകരായിരിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസൻ ഫസ്റ്റ് ഡാനിയൽ ജോൺ അവറുകള് തന്റെ സഹപ്രവർത്തകരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വളരെ അനുഗ്രഹപ്പെട്ടതായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണല്ലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവ് ശുശ്രൂഷയെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവൻദാസൻ പാസ്റ്റർ മാത്യു പോൾ. അനുഗ്രഹീതമായ ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾക്ക് ഏറ്റവും ഇളയ മകനായി ജനിച്ച് വളർത്തപ്പെട്ട് ഇന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം തിരഞ്ഞെടുത്ത ആ തിരഞ്ഞെടുപ്പുകൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ബാല്യത്തിൽ തന്നെ മാതാപിതാക്കന്മാർ മരണപ്പെട്ടു. സഹോദരങ്ങളുടെ സംരക്ഷണയിൽ വളർത്തപ്പെട്ടു. മറ്റ് പാവവഴികളിലോ ലോകത്തിന്റെ പാതയിലോ പോകുവാൻ ദൈവം അനുവദിക്കാതെ കർത്താവ് തനിക്ക് വേണ്ടി തക്ക സമയത്ത് തന്നെ വിളിച്ച് വേർതിരിച്ച് കർത്താവിൻ്റെ പ്രത്യേക നിയോഗം നൽകി തന്ന ദൈവവചനം പഠിക്കുവാനും കർത്തൃവേലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ചെറുപ്പത്തിൽ തന്നെ പോകുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ഇറങ്ങിത്തിരിച്ചപ്പോൾ പല വിധത്തിലുള്ളതായ കഷ്ടതകളുടെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നു. എങ്കിലും അന്നത്തേക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം നൽകി തന്ന് ദൈവം സൂക്ഷിച്ചു. ആ ദൈവത്തിന്റെ പ്രത്യേക കരുതലുകൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിധവയെ കൊണ്ട് പോഷിപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏലിയാവിന്റെ ജീവിതത്തില് ഏലിയാവ് വലിയ പ്രവാചകനാണ്. ഏലിയാവ് വലിയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ആഹാരത്തിന് വേണ്ടി മറ്റു വഴികളൊന്നും അദ്ദേഹം കണ്ടെത്തിയില്ല. ദൈവം തന്നെയാണ് അദ്ദേഹത്തിന് ആഹാരത്തിനുള്ള വഴികൾ ഒരുക്കി കൊടുത്തത്. കാക്കയെ കൊണ്ടും സറാഭാത്തിലെ വിധവയെ കൊണ്ടും പിന്നത്തേതിൽ ദൈവത്തിന്റെ ദൂതനെ കൊണ്ടും ഒക്കെ ദൈവം പോഷിപ്പിച്ച പല രംഗങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവമക്കളുടെ ജീവിതത്തിലും കർത്താവ് തന്റെ ശുശ്രൂഷയ്ക്കായി അവരെ തിരഞ്ഞെടുത്തു കഴിയുമ്പോൾ പടിപടിയായി ദൈവം അവരെ പോഷിപ്പിക്കുവാനിടയായിത്തീരും. ചില സന്ദർഭങ്ങളിൽ കാക്കയെ കൊണ്ടായിരിക്കാം, ചില സന്ദർഭങ്ങളിൽ വിധവയെ കൊണ്ടായിരിക്കാം, ചില സന്ദർഭങ്ങളിൽ ധനവാന്മാരെ കൊണ്ടായിരിക്കാം, ചില സന്ദർഭങ്ങളിൽ ദൈവം തന്റെ ദൂതന്മാരെ കൊണ്ടായിരിക്കാം. കർത്താവ് തനിയെ ചില സന്ദർഭങ്ങളിൽ നമ്മെ പോഷിപ്പിച്ചു എന്നും വരാം. അങ്ങനെയുള്ള അനുഭവങ്ങൾ എത്ര സന്തോഷകരമായ നിമിഷങ്ങളാണ്.
ക്രിസ്തീയ ജീവിതത്തിൽ കർത്തൃ ശുശ്രൂഷയിൽ വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവഭൃത്യന്മാരുടെയൊക്കെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ നന്ദിന ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവദാസനെ, കുടുംബത്തെ ദൈവം മാനിച്ചുകൊണ്ടിരിക്കുന്നു. അതോർത്തെ ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ ഈ കഷ്ടതയുടെ നടുവിലും കർത്താവ് കൃപ ചെയ്തു. അവർക്ക് നല്ല ഓരോ ഇടങ്ങളിൽ ജോലിയിൽ എത്തിച്ചേരുവാൻ ദൈവം അവരെ സഹായിച്ചു. മുന്നോട്ടുള്ള ഭാവിയിൽ അവരിലൂടെയുള്ള നന്മകൾ മാതാപിതാക്കന്മാർക്ക് ഒരു ആശ്വാസമായി തീരും എന്നുള്ളത് കൊണ്ട് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളും കർത്താവ് ക്രമീകരിക്കും എന്നുള്ളത് കൊണ്ട് സന്തോഷത്തോടെ ശുശ്രൂഷയിൽ മുന്നേറുവാൻ കർത്താവ് പിന്നെ അവസരങ്ങളെ ഒരുക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം കടന്നു വന്ന് ഈ സാക്ഷ്യം പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവദാസിനെ ദൈവം മാനിക്കട്ടെ. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരും. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷം പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com